Hello guys, welcome back to Cricket Talks with Kiran. പഞ്ചാബ് കിങ്സ് വേഴ്സസ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ. കഴിഞ്ഞ 48 മണിക്കൂറിനിടെ ഇത് രണ്ടാം തവണയാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും പഞ്ചാബ് കിങ്സും ഏറ്റുമുട്ടുന്നത്. ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ ഇരുവരും ഏറ്റുമുട്ടിയപ്പോൾ പഞ്ചാബ് കിങ്സിനായിരുന്നു വിജയം. അതിന്റെ റിവ്യൂ വീഡിയോയിൽ ആ മത്സരത്തിൽ സംഭവിച്ച കാര്യങ്ങളെല്ലാം നമ്മൾ വിശദമായിട്ട് പറഞ്ഞതുമാണ്. ഈ മത്സരത്തിന് വേദിയാവുന്നത് പഞ്ചാബിന്റെ ഹോം ഗ്രൗണ്ടായ മുള്ളൻപൂർ സ്റ്റേഡിയമാണ്. എന്റെ അഭിപ്രായത്തിൽ മത്സരം ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ നിന്ന് മുള്ളൻപൂരിലേക്ക് വരുമ്പോൾ ഏറ്റവും കൂടുതൽ ആശ്വസിക്കുന്നത് RCB തന്നെയായിരിക്കും. കാരണം ഈ സീസണിൽ അത്രയും മികച്ച എവേ റെക്കോർഡുള്ള ടീമാണ് RCB. കളിച്ച 4 എവേ മത്സരങ്ങളിലും മികച്ച രീതിയിൽ തന്നെ വിജയിക്കാൻ അവർക്കായി. അവർക്ക് പണി കിട്ടിയതെല്ലാം സ്വന്തം ഹോം ഗ്രൗണ്ടിലാണ്, ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ. എവേ മത്സരങ്ങളിൽ RCBയുടെ പെർഫോമൻസ് കാണുമ്പോൾ സത്യത്തിൽ ഇതേ ടീം തന്നെയാണോ ചിന്നസ്വാമിയിൽ കളിക്കുന്നത് നമുക്ക് തോന്നിപ്പോകും. അത്തരത്തിൽ എവേ ഗ്രൗണ്ടുകളിൽ ഒരു ഡിഫറെന്റ് കൈൻഡ് ഓഫ് ബീസ്റ്റ് ആണ് RCB എന്ന് ഞാൻ എൻ്റെ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്. ഇനി ഇന്നത്തെ മത്സരത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ആദ്യം പഞ്ചാബ് കിങ്സിന്റെ കാര്യം നോക്കാം. അപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ അവർ പ്രധാനപ്പെട്ട ഒരു ചേഞ്ച് വരുത്തി. അതായത് KKR-ആയിട്ടുള്ള മത്സരത്തിൽ സ്റ്റോയിനിസിന് പകരം ജോഷ് ഇംഗ്ലിസ് വന്നിരുന്നു. കഴിഞ്ഞ മത്സരത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ജോഷ് ഇംഗ്ലിസ് സ്ഥാനം നിലനിർത്തി. പകരം സ്റ്റോയിനിസിനെ ടീമിലേക്ക് കൊണ്ടുവരാനായിട്ട് ഗ്ലെൻ മാക്സ്വെലിനെ ഒഴിവാക്കുകയാണ് ചെയ്തത്. ഗ്ലെൻ മാക്സ്വെലിന്റെ എക്സ്ക്ലൂഷൻ എന്ന് പറയുമ്പോൾ ബാറ്റ് കൊണ്ട് ഒട്ടും ഫോമിലല്ല ഈ സീസണിൽ മാക്സ്വെൽ. ഇപ്പോൾ കഴിഞ്ഞ സീസൺ നോക്കിയാൽ RCBക്ക് വേണ്ടി വളരെ മോശം പെർഫോമൻസ് ആയിരുന്നു ബാറ്റിംഗിന്റെ കാര്യത്തിൽ. ഈ സീസണിലും ആ ഒരു മോശം ഫോം തുടരുകയാണ് നമ്മുടെ മാക്സ്വെൽ ചെയ്തത്. എന്നാൽ ബോൾ കൊണ്ട് അത്യാവശ്യം തരക്കേടില്ലാത്ത കോൺട്രിബ്യൂഷൻസ് നൽകാനായിട്ട് നമ്മുടെ മാക്സ്വെലിനായി. ഇനി ഈ മത്സരത്തിലേക്ക് വരുമ്പോൾ മാക്സ്വെലിനെ അവർ തിരികെ കൊണ്ടുവരുമോ എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ്. ചിലപ്പോൾ അവരതിന് തയ്യാറായേക്കാം. കാരണം മാക്സ്വെൽ കളിച്ച അവസാന മത്സരം നോക്കിക്കഴിഞ്ഞാൽ KKR-നെ അപ്പോൾ ഒരു ചെറിയ സ്കോറിൽ റെസ്ട്രിക്ട് ചെയ്തു. അതിലൊരു പ്രധാന പങ്ക് മാക്സ്വെലിന്റെ ബോളിംഗ് വഹിച്ചിട്ടുണ്ട്. 2 ഓവറിൽ വെറും 5 റൺസ് മാത്രം വിട്ടുകൊടുത്താണ് നമ്മുടെ മാക്സ്വെൽ വെങ്കടേശ്വറിന്റെ വിക്കറ്റ് എടുത്തത്. അപ്പോൾ മത്സരം തിരിച്ച് മുള്ളൻപൂർ സ്റ്റേഡിയത്തിലേക്ക് വരുമ്പോൾ മാക്സ്വെലിന് ഒരു അവസരം കൊടുക്കാൻ ഒരു പക്ഷേ റിക്കി പോണ്ടിങ് തയ്യാറായിരിക്കും. അങ്ങനെ വരുമ്പോൾ മിക്കവാറും സ്റ്റോയിനിസ് തന്നെയായിരിക്കും പുറത്തു പോകാൻ സാധ്യത. കാരണം ഇംഗ്ലീഷിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പിന്നേഴ്സിന് നന്നായിട്ട് കളിക്കുന്ന പ്ലെയർ ആണ്. അപ്പോൾ ഒരു ലോങ് റോപ്പ് ഒരു പക്ഷേ അവർ കൊടുത്തേക്കും. ബാക്കി ടീമിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. കഴിഞ്ഞ മത്സരത്തിൽ ഇവരുടെ ബാറ്റേഴ്സിന് കാര്യമായിട്ട് ഫോം ആവാൻ കഴിഞ്ഞില്ല. നമുക്കറിയാലോ, സ്ട്രോക്ക് മേക്കിങ്ങിന് അത്ര ഈസി ആയിട്ടുള്ളൊരു പിച്ച് ആയിരുന്നില്ല കഴിഞ്ഞ മത്സരത്തിൽ ചിന്നസ്വാമിയിലേത്. അപ്പോൾ അതുകൊണ്ട് അവരുടെ ബാറ്റേഴ്സിന് നമുക്ക് എഴുതള്ളാൻ കഴിയില്ല. നമ്മൾ സ്ട്രൈക്ക് റേറ്റ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ സീസണിൽ ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് റേറ്റ് ഉള്ള 2 ഇന്ത്യൻ ബാറ്റേഴ്സ് ആണ് നമ്മുടെ പ്രിയാൻഷ് ഷാരിയും ശ്രേയസ് അയ്യരും. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ മത്സരം മാറ്റി നിർത്തിയാൽ അവരെല്ലാവരും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പം പ്രിയാൻഷ് ഷാരി ആയാലും പ്രഭ്സിമ്രാൻ സിംഗ് ആയാലും. ശ്രേയസ് അയ്യറിന്റെ കാര്യം പറഞ്ഞാൽ 2 എക്സ്ട്രീമിലാണ് ശ്രേയസിന്റെ ഈ സീസണിലെ സ്കോറുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ കളിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് കളിക്കും, അല്ലെങ്കിൽ നല്ല ടച്ചിലാണെന്ന് തോന്നിപ്പിക്കും, പക്ഷേ ഫെയിലിയർ ആയി പോകും. അതായത് ശ്രേയസ് സിംഗിൾ ഡിജിറ്റിൽ പുറത്തായ കളികളായാലും നമുക്ക് ആദ്യം ഒരു 4 ഒക്കെ അടിക്കുമ്പോൾ നല്ല ടച്ചിലാണെന്ന് തോന്നും, പക്ഷേ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ട് വിക്കറ്റ് പോകും. അല്ലെങ്കിൽ ആ ഒരു ഫേസ് കടന്നു കിട്ടിയാൽ പിന്നെ ഏകദേശം 80 to 90 റൺസ് ഒക്കെ സുഖമായിട്ട് ശ്രേയസ് സ്കോർ ചെയ്യും. അപ്പോൾ 2 എക്സ്ട്രീമിലാണ് ശ്രേയസിന്റെ പെർഫോമൻസ്. അതൊന്ന് കൺസിസ്റ്റന്റ് ആക്കാൻ ശ്രേയസ് എന്തായാലും ശ്രമിക്കും. പിന്നീട് ഇങ്ങോട്ട് വന്നാൽ ഇപ്പോൾ ഞാൻ പറഞ്ഞ ഒരു മിഡിൽ ഓർഡർ തന്നെയായിരിക്കും. ജോഷ് ഇംഗ്ലിസ് ഉണ്ടാവും, അതുപോലെ സ്റ്റോയിനിസോ മാക്സ്വെല്ലോ ആരെങ്കിലും ഒരാളുണ്ടാവും. വധേര കഴിഞ്ഞ മത്സരത്തിൽ അവരുടെ ബെസ്റ്റ് പെർഫോമർ ആയിരുന്നു, ബെസ്റ്റ് ബാറ്റർ ആയിരുന്നു. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് അവിടെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ബോളിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹർപ്രീത് ബ്രാർ തിരിച്ചു വന്നു. ഇപ്പോൾ പിന്നെ ഫൈനൽ ഓവറിൽ ടിം ഡേവിഡ് അറ്റാക്ക് ചെയ്തെങ്കിലും ബ്രാർ അതിന് മുമ്പ് നല്ലൊരു ഓവറാണ് എറിഞ്ഞത്. പിന്നെ അവരുടെ ഏറ്റവും പോസിറ്റീവ് ന്യൂസ് എന്ന് പറഞ്ഞാൽ ചഹൽ ഫോമിലേക്ക് വന്നിരിക്കുന്നു. ഇപ്പോൾ ആദ്യത്തെ മത്സരങ്ങളൊന്നും കാര്യമായിട്ട് പെർഫോം ചെയ്യാൻ ചഹലിന് കഴിഞ്ഞിട്ടില്ലായിരുന്നു. എന്നാൽ കഴിഞ്ഞ 2 മത്സരങ്ങളിൽ വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ് ചഹൽ ഡെലിവറി ചെയ്തത്. അപ്പോൾ അവർക്ക് അവരുടെ ബോളിങ്ങിന് ഒരു ബൂസ്റ്റ് ആണ്. ഇപ്പോൾ അർഷദീപ് ആയാലും മാർക്കോ യാൻസൺ ആയാലും വിക്കറ്റ് കോളത്തിൽ ഇടം നേടുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഹർപ്രീത് തിരിച്ചു വന്നു. അങ്ങനെ വരുമ്പോൾ ബോളിംഗ് അവർക്ക് സോർട്ടഡ് ആണ്. അങ്ങനെ നോക്കിയാൽ ഇൻ ടോട്ടൽ വളരെ മികച്ച ഫോമിലുള്ള ഒരു ടീമാണ് നമ്മുടെ പഞ്ചാബ് കിങ്സ് എന്ന് പറയുന്നത്. അവർക്ക് പിന്നെ ഈ ഒരു മത്സരത്തിൽ ഇറങ്ങുമ്പോൾ അവർക്ക് കോൺഫിഡൻസ് കൂടുതലായിരിക്കും. കാരണം അതിന് മുമ്പ് കൊൽക്കത്തയ്ക്കെതിരെ ലോവസ്റ്റ് എവർ ടോട്ടൽ ഡിഫെൻഡ് ചെയ്തു. അത് കഴിഞ്ഞ് ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ നമ്മുടെ RCBയെ ചെറിയൊരു സ്കോറിൽ ഒതുക്കാനായി, എന്നിട്ട് അത് ചേസ് ചെയ്ത് ജയിച്ചു. അപ്പോൾ അവരുടെ കോൺഫിഡൻസ് തീർച്ചയായിട്ടും ഹൈ ആയിരിക്കും. ഇനി RCBയുടെ കാര്യത്തിലേക്ക് വന്നാൽ അവരുടെ ടിം ഡേവിഡ് ഒഴികെയുള്ള ബാറ്റേഴ്സിന് സത്യത്തിൽ ഒരു ഫോർഗറ്റബിൾ പെർഫോമൻസ് ആയിരുന്നു കഴിഞ്ഞ മത്സരത്തിലേത്. കാരണം ആർക്കും കാര്യമായിട്ടൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ അവർ ജയിച്ച മത്സരങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഫിൽസോട്ട് നന്നായിട്ട് പവർ പ്ലേയിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ വിരാട് കോഹ്ലി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. രജത് പട്ടിദാറിന്റെ കയ്യിൽ നിന്ന് കോൺട്രിബ്യൂഷൻ വന്നിട്ടുണ്ട്. ഇപ്പോൾ ചിന്നസ്വാമിയിൽ എത്തുമ്പോഴാണ് ഇവരുടെ ബാറ്റിൽ നിന്ന് അത്തരത്തിലൊരു സ്കോർ വരാത്തത്. പക്ഷേ ഈ മത്സരത്തിൽ അവർക്കത് തലപോകേണ്ടി വരില്ല. കാരണം ഓൺ ദ റോഡുള്ള മത്സരമാണ്, അതായത് എവേ മത്സരമാണ്. അവർ ഇതേവരെ എവേ മത്സരങ്ങളിൽ നല്ല ഫോമിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ ചിന്തിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. എനിക്ക് അവിടെ ഒരു കൺസേൺ, അത് ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, ലിയാം ലിവിങ്സ്റ്റന്റെ ഫോമാണ്. ഇപ്പം ഞാൻ പറഞ്ഞ ബാക്കി എല്ലാ ബാറ്റേഴ്സും നമ്മുടെ സീസണിൽ പല സമയങ്ങളിലായിട്ട് RCBക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളവരാണ്. ഇപ്പോൾ ലിവിങ്സ്റ്റന്റെ കാര്യം എടുത്ത് ആകപ്പാടെ പറയാനുള്ള ആ ചിന്നസ്വാമി നേടിയ ഒരു 50 മാത്രമാണ്. അതും 40 പന്തിൽ വളരെ സ്ലോ ആയിട്ടുള്ള ഒരു 50 ആണ്. അതും കുറേ ചാൻസസ്, ലിവിങ്സ്റ്റൺ കൊടുത്ത കുറേ ചാൻസസ് അവർ മിസ്സാക്കിയതുകൊണ്ട് മാത്രമാണ് ആ മത്സരത്തിൽ 50 അടിച്ചത്. അല്ലാതെ കാര്യമായിട്ടുള്ളൊരു കോൺട്രിബ്യൂഷൻ ലിവിങ്സ്റ്റന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടില്ല. ഇപ്പോൾ ബെഞ്ചിൽ നല്ല 2 പ്ലേയേഴ്സ് ഉണ്ട്. ഒന്ന് നമ്മുടെ ജേക്കബ് ബദലുണ്ട്, ഒരു ലെഫ്റ്റ് ഹാൻഡറെയാണ് നോക്കുന്നതെങ്കിൽ ജേക്കബ് ബദലുണ്ട്, അല്ലെങ്കിൽ ഒരു എക്സ്പ്ലോസീവ് ഓൾറൗണ്ടറെയാണ് നോക്കുന്നതെങ്കിൽ റൊമാരിയോ ഷെപ്പേർഡ് ഉണ്ട്. അങ്ങനെ 2 ഓപ്ഷൻ അവിടെ ഇരിക്കുമ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ജേക്കബ് ബദൽ ഒരു യങ്സ്റ്റർ ആണ്. ജേക്കബ് ബദലിന് ചാൻസ് കൊടുക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഇനി ബദലിനെ അല്ലെങ്കിൽ റൊമാരിയോ ഷെപ്പേർഡിനെ ആയാലും ട്രൈ ആവുന്നതാണ്. എന്തായാലും ലിവിങ്സ്റ്റൺ 7 മത്സരം കൊടുത്തു, അതിൽ കാര്യമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയാത്തപ്പോൾ പകരം ആളെ കൊണ്ടുവരണം എന്നാണ് എൻ്റെ അഭിപ്രായം.
പിന്നെ ബോളിംഗിൽ ഇപ്പം ഞാൻ പറഞ്ഞില്ല, ചിന്നസ്വാമിയിൽ തോറ്റ മത്സരമായാലും അത്യാവശ്യം ഡീസൻ്റ് ആയിട്ട് ബോൾ ചെയ്തിട്ടുണ്ട്. ഇവർക്ക് പിന്നെ ഒരു ചഹലിനെ പോലെ ഒരു പ്രോപ്പർ വിക്കറ്റ് ടേക്കിംഗ് സ്പിന്നർ ഇല്ല എന്ന് പറയാം. പക്ഷേ അത് നമുക്ക് ഇപ്പോൾ ഒരു ഓപ്ഷൻ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഓപ്ഷൻ ഡൈനാമിക്സ് വരുമ്പോൾ എല്ലാം പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റില്ല. ആ ഒരു വിടവ് അവിടെ ഉണ്ടെങ്കിലും ഇവർക്ക് വിജയിക്കാൻ കഴിയുന്ന ടീം തന്നെയാണുള്ളത്. അപ്പോൾ എവേ മത്സരങ്ങളിൽ അവരെങ്ങനെയാണോ കളിച്ചത് അതുപോലെ തന്നെ ഇന്ന് മുള്ളൻപൂരിലും കളിക്കുക എന്നുള്ള ഒറ്റ കാര്യമേ അവർക്ക് വിജയിക്കാനായിട്ട് ചെയ്യാനുള്ളൂ. അതവർ പ്രൂവ് ചെയ്തിട്ടുള്ളതുമാണ്. അപ്പോൾ അങ്ങനെ ചിന്നസ്വാമിയിൽ ഏറ്റ പരാജയത്തിന് ഒരു പ്രതികാരം ചെയ്യാനായിട്ട് ഉറച്ചാണ് അവർ വരുന്നതെങ്കിൽ നമുക്കൊരു തീപാറുന്ന മത്സരം തന്നെ കാണാൻ സാധിക്കും. ഇനി പിച്ച് കണ്ടീഷൻസിലേക്ക് വന്നാൽ മത്സരം നടക്കുന്നത് മുള്ളൻപൂരാണ്. ഇതേവരെ നടന്ന 3 മത്സരങ്ങളും ആദ്യം ബാറ്റ് ചെയ്തവരാണ് വിജയിച്ചത്. ഇവിടുത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ സീസണിൽ ഈ ഗ്രൗണ്ടിൽ ഒരു 200+ സ്കോർ വന്നിട്ടില്ലായിരുന്നു. എന്നാൽ ഈ സീസണിലെ 2 മത്സരങ്ങളിലും ഫസ്റ്റ് ബാറ്റ് ചെയ്തവർ 200+ സ്കോർ ചെയ്തു. അത് അവർ ഡിഫെൻഡ് ചെയ്യുകയും ചെയ്തു. ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ അറിയാലോ 111 പോലെ ഒരു മോഡസ്റ്റ് ആയിട്ടുള്ള ടോട്ടലാണ് KKRനെതിരെ പഞ്ചാബ് ഡിഫെൻഡ് ചെയ്തത്. എന്തായാലും ചിന്നസ്വാമി വെച്ച് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ടോസ് വലിയൊരു ഫാക്ടർ ആവില്ല എന്ന് തന്നെ പറയാം. ഫസ്റ്റ് ബാറ്റ് ചെയ്ത് നല്ലൊരു സ്കോർ എടുത്തു കഴിഞ്ഞാൽ വേണമെങ്കിൽ അവർക്ക് ഡിഫെൻഡ് ചെയ്യാം. ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിലെ പിച്ച് എന്ന് പറയുന്നത് നല്ല സ്പൈസി ആയിരുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ RCB അത് തുണയ്ക്കും. എന്തായാലും ചിന്നസ്വാമിയെ കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ടോസ് അത്രയ്ക്കൊരു ഫാക്ടർ ആവാൻ സാധ്യതയില്ല. ഇപ്പം ഞാൻ പറഞ്ഞു കളിച്ച 3 മത്സരങ്ങളും ഫസ്റ്റ് ബാറ്റ് ചെയ്തവരാണ് വിജയിച്ചതെങ്കിലും ടോസ് അത്ര ഒരു ഡിസൈഡിങ് ഫാക്ടർ ആവാൻ സാധ്യതയില്ല. ഇപ്പം ഇങ്ങനെ ടോസ് നഷ്ടപ്പെട്ട് ഇപ്പം രണ്ടാമതാണ് ബാറ്റ് ചെയ്യുന്നതെങ്കിലും നന്നായിട്ട് ഞങ്ങളുടെ സ്കിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വിജയിക്കാവുന്ന സ്റ്റേഡിയമാണ്. കാരണം ഗ്രൗണ്ട് ഡയമെൻഷൻസ് കുറച്ച് വലുതാണ്. ഡ്യൂ ഒരു ഫാക്ടർ ഉണ്ടാവത്തില്ല. പ്രത്യേകിച്ച് ഒരു ഈവനിങ് ഗെയിം ആയതുകൊണ്ട് തന്നെ ഡ്യൂവിൻ്റെ കാര്യം ചിന്തിക്കുകയേ വേണ്ട. അപ്പം അങ്ങനെ ഒരു ഫാക്ടർ ഉണ്ടാവില്ല. അപ്പം സ്വന്തം സ്കിൽസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ബെനിഫിറ്റ് കിട്ടും. പിന്നെ ഹോം ഗ്രൗണ്ട് എന്നുള്ളൊരു ആഡഡ് അഡ്വാൻറ്റേജ് ഒന്നും പഞ്ചാബ് കിങ്സിനും സത്യത്തിൽ ഉണ്ടാവില്ല. കാരണം പഞ്ചാബ് കിങ്സും ഇവിടെ ഈ ഒരു കണ്ടീഷൻസ് പ്രോപ്പറായിട്ട് അവരെ എയ്ഡ് ചെയ്യുന്ന രീതിയിലൊന്നും വന്നിട്ടില്ല. കാരണം മുള്ളൻപൂരിൽ ഒരു മോശം ഹോം റെക്കോർഡുള്ള ടീമാണ് പഞ്ചാബ് കിങ്സ്. ഈ സീസണിൽ 3-2 മത്സരങ്ങളും ജയിച്ചു. എന്തായാലും ചിന്നസ്വാമിയിലെ പോലെ ടോസ് തോറ്റാൽ മത്സരം തോറ്റു എന്നുള്ള രീതിക്ക് കാര്യങ്ങൾ വരില്ല. നമുക്കൊരു നല്ലൊരു കോൺടെസ്റ്റ്, അതായത് ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും ഉള്ള ഒരു ഈക്വൽ കോൺടെസ്റ്റ് കാണാൻ സാധിക്കുന്ന രീതിയിലായിരിക്കും മിക്കവാറും മുള്ളൻപൂരിൽ പിച്ച് ഉണ്ടാവുക. ഇനി പ്രഡിക്റ്റഡ് പ്ലേയിങ് 12ലേക്ക് വന്നാൽ പഞ്ചാബ് കിങ്സിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. ഇനിയിപ്പം മാക്സ്വെല് KKRനെതിരെ നന്നായിട്ട് ബോൾ ചെയ്തു. ആ രീതിയിൽ മാക്സ്വെലിനെ തിരികെ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ സ്റ്റോയിനിസ് ആയിരിക്കും മാറുക. അല്ലാതെ ആ ടീമിൽ വലിയ ചേഞ്ചസ് ഒന്നും വരാൻ സാധ്യതയില്ല. ഹർപ്രീത് ബ്രാർ തൻ്റെ സ്ഥാനം എന്തായാലും നിലനിർത്താൻ തന്നെയാണ് സാധ്യത. ഇനി റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ലിവിങ്സ്റ്റണിൻ്റെ കാര്യം അവരത് മാറ്റുമെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല. പക്ഷേ ലിവിങ്സ്റ്റോണിന് വരാൻ ജേക്കബ് ബദലിന് വരണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഇനി ജേക്കബ് ബദലിനെ അവർ യൂസ് ചെയ്യുന്നില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് റൊമാരിയോ ഷെപ്പേർഡെങ്കിലും കളിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പക്ഷെ അതും ഉറപ്പില്ലാത്തൊരു കാര്യമാണ്. ഇനി പ്ലേയേഴ്സ് ടു വാച്ച് ഔട്ട് ഫോർ. ഇത് ഞാൻ ഒരു താരത്തെ എടുത്തു പറയല്ല, ഒരു കോൺടെസ്റ്റ് ആണ്. ഫിൽ സോൾട്ട് ആൻഡ് വിരാട് കോഹ്ലി വേഴ്സസ് അർഷദീപ് സിംഗ് ആൻഡ് മാർക്ക് യാൻസൺ. എവേ മത്സരങ്ങളിലെല്ലാം RCBക്ക് മികച്ചൊരു തുടക്കം സമ്മാനിക്കാൻ ഫിൽ സോൾട്ടിനും വിരാട് കോഹ്ലിക്കും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഓപ്പണിംഗ് പെയറിന്റെ ആ ഒരു പെർഫോമൻസിന്റെ ബേസിലാണ് പവർ പ്ലേയിൽ തന്നെ മിക്ക മത്സരങ്ങളും കില്ല് ചെയ്യാനായിട്ട് നമ്മുടെ RCBക്ക് കഴിഞ്ഞത്. അപ്പോൾ അവർക്കെതിരെ ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ ഇവർക്ക് നമ്മുടെ RCB ഓപ്പണേഴ്സിനെ നന്നായിട്ട് ബോൾ ചെയ്യാൻ കഴിഞ്ഞു. എന്നാൽ അറിയാമല്ലോ എവേ മത്സരങ്ങളിൽ ഒരു ഡിഫറൻറ്റ് കൈൻഡ് ഓഫ് ബീസ്റ്റ് എന്നാണ് നമ്മൾ RCB വിശേഷിപ്പിക്കാറ്. അപ്പോൾ ഈ ഒരു എവേ മത്സരം വരുമ്പോൾ തങ്ങളുടെ ഹോം ഗ്രൗണ്ടിൽ നമ്മുടെ ഫിൽ സോൾട്ടിനെയും വിരാട് കോഹ്ലിയും തടഞ്ഞു നിർത്താൻ നമ്മുടെ മാർക്കോ യാൻസനും അർഷദീപ് സിംഗിനും കഴിയുമോ എന്ന കാര്യമാണ് ഞാൻ കാത്തിരിക്കുന്നത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? 100% എവേ റെക്കോർഡ് നിലനിർത്താൻ RCBക്ക് കഴിയുമോ? അതോ പഞ്ചാബ് കിങ്സ് മുള്ളൻപൂരിൽ അടുത്ത വിജയം സ്വന്തമാക്കുമോ? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ക്രിക്ക് ടോക്സ് വിത്ത് കിരൺ.